കാത്തിരിപ്പിന് വിരാമം. മമ്മൂട്ടിയുടെ ക്രൈം ത്രില്ലർ കളങ്കാവൽ, മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രം പ്രേക്ഷകരെ ത്രസിപ്പിച്ചുകൊണ്ട് ഇതാ എത്തിക്കഴിഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള മമ്മൂട്ടി ചിത്രം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഫാൻസിന്റെ ഒരു തിരതള്ളൽ സ്വാഭാവികം. സിനിമ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു നവാഗത സംവിധായകന്റെ സിനിമയിൽ മമ്മൂട്ടി വീണ്ടും എത്തുന്നു. ജിതിൻ കെ ജോസ് സംവിധായകന്റെ റോൾ ഭംഗിയാക്കുകയും ചെയ്തു. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സയനൈഡ് മോഹനന്റെ ജീവിതവുമായും കേസുമായും ബന്ധമുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. തീർച്ചയായും അതിന്റെ സ്വാധീനം ഉൾക്കൊണ്ടാണ് കഥാകൃത്തുക്കളായ ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ഇതിന്റെ രചന തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ആളിലേക്ക് എത്തിയില്ല. അതെ, നായകൻ വിനായകൻ. എന്നാലും കഥാപാത്രങ്ങളെ സംബന്ധിച്ച് ഒരു സസ്പെൻസ് ഉണ്ട്. എഴുത്തുകാരനും സംവിധായകനും ഉദ്ദേശിക്കുന്ന ആ കളത്തിന് ആരാണ് കാവൽ എന്നത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. മലയാള സിനിമയുടെ കാവലാൾ മമ്മൂക്കയും പലപ്പോഴും പ്രതിനായകനായി വരുന്ന വിനായകനും ഈ സിനിമയിൽ എങ്ങനെയാണ് സിങ്ക് ആകുന്നതെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. ട്വിസ്റ്റിന്റെ കാര്യത്തിലായാലും സസ്പെൻസിന്റെ കാര്യത്തിലായാലും പ്രേക്ഷകനെ ഞെട്ടിക്കാൻ, പ്രകമ്പനം കൊള്ളിക്കാൻ ഒരു സിനിമ. അതാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. എടുത്തു പറയേണ്ട ഒരു കാര്യം വിനായകന്റെ വ്യത്യസ്തമായ വേഷമാണ്. ജയകൃഷ്ണൻ. വലുതും ചെറുതുമായ മറ്റനേകം കഥാപാത്രങ്ങൾ. ഓരോരുത്തരും അവരുടേതായ റോളുകൾ മിഴിവിട്ടതാക്കി. റിവ്യൂവിന്റെ അഭിപ്രായം കേട്ട് ഞെട്ടണ്ട, സിനിമ കണ്ടു തന്നെ ഞെട്ടണം, അതും തിയേറ്ററിൽ തന്നെ.